അച്ഛൻ നേരത്തെ എത്തിയോ? അമ്മാവൻ നേരത്തെ എത്തിയല്ലേ? അല്ല, ഞാൻ വരുമ്പോ മീന ബസ് കാത്ത് നിൽക്കുന്ന കണ്ടു. രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവിടാന്ന് കരുതി. അത് പിന്നെ സരിതയുടെ അമ്മ കാർ കൊണ്ട് വിടാന്ന് പറഞ്ഞു. ഞാനാ പറഞ്ഞ വേണ്ടെന്ന്. അതെ അതെ, ഉഗ്രം ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. ഓ, ബർത്ത്ഡേ പാർട്ടിക്ക് നീ കൂടെ പോയിരുന്നു? അല്ല, അത് പിന്നെ മീന പറഞ്ഞു. ഞാനാ പറഞ്ഞത്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നിന്റെ ഈ പ്യൂൺ പണി കൊണ്ട് വല്ല ഗുണവും ഉണ്ടോടാ? പ്യൂൺ പണിയോ? ഷോ, ഈ അമ്മാവനോട് പറഞ്ഞു ഞാൻ തോറ്റു. ഞാനൊരു ബിസിനസ് എക്സിക്യൂട്ടീവ് അല്ലേ? എന്ത് എക്സിക്യൂട്ടീവ് ആണെങ്കിലും കിട്ടുന്ന ശമ്പളം പ്യൂണിന്റെ അല്ലടാ. ഞാൻ നിന്റെ അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞതാ, ആ ചെറിയ അമ്പലത്തിലെ ശാന്തിപ്പണി നിർത്തി രണ്ടുപേരും കൂടി ഇവിടെ വന്ന് എന്റെ പരികർമ്മിയായി നിൽക്കാൻ. കേട്ടില്ല? മാസം ഒരു 50,000 രൂപയെങ്കിലും തീർത്തു ഉണ്ടാക്കാം. പറയുമല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ല അമ്മാവ, അച്ഛൻ്റെതായ ചില ചിട്ടവട്ടങ്ങളും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്റെ കാര്യം, ഞാനുടനെ എന്റെ ബോസുമായി വിദേശത്ത് പോകുമല്ലേ. ആരുമായി? എന്റെ ബോസുമായി. ലോക പ്രശസ്ത സയന്റിസ്റ്റായ വില്യം ഡിസൂസാറിന്റെ കാര്യമാ പറഞ്ഞത്. എന്നെയും കൂടി വിദേശത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ കോടീശ്വരനല്ലേ? അതൊരു നല്ല കാര്യമാണ്. വിദേശത്തൊക്കെ പോയാ നല്ല ശമ്പളവും കിട്ടും, കൂടെ അതൊരു പേരുവാ. പിന്നെ അമ്മാവ, വിദേശത്തൊക്കെ പോയി ജോയിൻ ചെയ്തിട്ട് മതി കല്യാണമൊക്കെ. ധൃതി ഒന്നും വെക്കണ്ട. അല്ല, അതിനാര് ധൃതി വെച്ചു? അല്ല, പറഞ്ഞേ ഉള്ളൂ. 24 മണിക്കൂറും ഞാനും നിന്റെ അച്ഛനുമൊക്കെ ഭഗവത് മന്ത്രങ്ങളല്ലേ ചൊല്ലുന്നത്. നല്ലതേ വരൂ, നേരെ വേറെ ആവുന്നൊരുപ്പിച്ചല്ലേ. അച്ഛന്റെ കൂടെ മന്ത്രങ്ങൾ പഠിച്ചു തുടങ്ങും മുമ്പ് സിദ്ധിയും കിട്ടിയോ? ഞാൻ പുറകിൽ വന്ന കാര്യം എങ്ങനെ അറിഞ്ഞു? അതാണ് താര. നീ നിന്റെ ചുറ്റിക്കർക്കൊക്കെ നിർത്തിക്കോ. ദിവ്യദൃഷ്ടി കൊണ്ട് എല്ലാം കണ്ടുപിടിച്ച് ഞാൻ അച്ഛനോട് പറയും. അയ്യോ, ചതിക്കല്ലേ. ഞാൻ ഇനി ചേച്ചിയോട് ചോദിച്ചിട്ട് എവിടെയും പോട്ടോ. എനിക്ക് പറ, രാജുവുമായി ഇന്ന് എവിടെയൊക്കെ കറങ്ങി? പറയാം. ഇന്നൊരു അടിപൊളി പാർട്ടിയെ മീറ്റ് ചെയ്തു. പ്രൊഫസർ വില്യം ഡിസൂസ, രാജുവിന്റെ ഫ്രണ്ടാ. അങ്ങനെ വളരെ നാള് വിദേശത്തായിരുന്നു. എന്റെ ചേച്ചി, അങ്ങേരുടെ കണ്ണില് കാന്തം പിടിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ പവർഫുൾ. നീണ്ട മൂക്ക്, നീട്ടി വളർത്തിയ മുടി, ആളെ ഒന്ന് നോക്കി നിക്കാൻ തന്നെയുണ്ട്. എങ്കിൽ അയാളെ എനിക്കും ഒന്ന് കാണണമല്ലോ. ചേച്ചി കണ്ട വീണു പോവും തീർച്ച. പിന്നെ മോളെ, വേറെ ആണുങ്ങളെ ഇങ്ങനെയൊക്കെ പുകഴ്ത്തി പറയുന്നത് നിന്റെ രാജു കേട്ടാ പിണങ്ങ് പറഞ്ഞേക്കാം. രാജുവിനെ അയാളെ പുകഴ്ത്താനേ നേരമുള്ളൂ. പിന്നെ ചേച്ചി, രാജുവിനെ അയാളെ വിദേശത്ത് കൊണ്ടുപോവാ. ഗുഡ്, അപ്പോൾ രക്ഷപ്പെട്ടല്ലോ. വേറെ ഒത്തിരി വിശേഷം പറയാനുണ്ട്. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ഓക്കേ, അപ്പോഴത്തേക്കും മോക്ക് ഞാനൊരു നല്ല ബ്രൂ കോഫി ഇട്ട് തരാം കേട്ടോ.